ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിന് നാളെ തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ നാളെ കൊച്ചിയിലെത്തും. ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗത്തിൽ പങ്കെടുക്കും. പട്ടയ ഭൂമി ജീവനോപാധിക്ക് വിനിയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ജനങ്ങൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിന് നാളെ തിരുവനന്തപുരത്തെത്തും. പുത്തരിക്കണ്ടം മൈതാനിയിൽ 2 വ്യത്യസ്ത പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. തലസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും 1 പാസഞ്ചർ ട്രെയിനും ഉൾപ്പെടെ 4 പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും. നഗര ഉപജീവന മാർഗ്ഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് അദ്ദേഹം പുറത്തിറക്കും. തിരുവനന്തപുരത്തെ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും. ശ്രീചിത്രയിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിനും പ്രധാനമന്ത്രി നാളെ തറക്കല്ലിടും. കൂടാതെ തിരുവനന്തപുരത്തെ പുതിയ പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുതിയ ട്രെയിൻ സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി നവനീത് സിംഗ് ബിട്ടു പങ്കെടുക്കും. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഗുരുവായൂർ തൃശൂർ റെയിൽ സർവീസ് നാളെ മുതൽ പുനരാരംഭിക്കുന്നു. നാളെ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നതോടെ 10:30 തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും. യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ് റെയിൽവേ നടപ്പിലാക്കുന്നത്. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ നാളെ കൊച്ചിയിൽ ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ തുടങ്ങിയപ്പോൾ ചരമോപചാര നടപടികളുമായി സഹകരിച്ച പ്രതിപക്ഷം ശബരിമല വിഷയം ചൂണ്ടിക്കാട്ടി ബാനറുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഇതോടെ സ്പീക്കർ കാര്യപരിപാടികൾ വേഗം പൂർത്തിയാക്കി സഭ പിരിച്ചുവിടുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കമായി. സഭ ഇനി ചൊവ്വാഴ്ച ചേരും. പട്ടയ ഭൂമി ജീവനോപാധിക്ക് വിനിയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ജനങ്ങൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ പട്ടയഭൂമി ജീവനോപാധി ലക്ഷ്യമാക്കി മറ്റു തരത്തിൽ വിനിയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ക്രമക്കേട് നടക്കുന്ന സമയത്ത് ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ് എൻ വാസുവെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കേസിലെ മറ്റൊരു പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. കസ്റ്റഡിയിൽ ലഭിച്ച തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 28 പരിഗണിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 24 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി VN വാസവൻ. ചടങ്ങിൽ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായിരിക്കും. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് ആക്കാനാണ് ശ്രമമെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക നീതി രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലാണ് വനിതാ സംവരണമെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്വാലെ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ സാമൂഹിക നീതി വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് കിലെ IAS അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ @77 ക്വിസ് ചലഞ്ച് സംഘടിപ്പിക്കും. ഭരണഘടനയുടെ മൂല്യങ്ങൾ യുവാക്കളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വിശദവിവരങ്ങൾക്ക് www
kile.kerala.gov.in/kile-IAS അക്കാഡമി എന്ന സൈറ്റ് മുഖേനയോ 80 75 76 85 37 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നാളെ തമിഴ്നാട്ടിലെ മധുരാന്തകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ട് സഖ്യകക്ഷികളുമായി ചർച്ചകൾ നടന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തമിഴ്നാട് പ്രതിപക്ഷ നേതാവും AIADMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ബഡ്സ് ഒളിമ്പ്യ കായികോത്സവം നാളെ കണ്ണൂരിൽ ആരംഭിക്കും. പോലീസ് പരേഡ് സിന്തറ്റിക് മൈതാനിയിലാണ് മേള നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ കായിക മത്സരത്തിൽ വ്യത്യസ്ത ഇനങ്ങളിലായി 380 പേർ പങ്കെടുക്കും. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കായിക മേഖലയിൽ ദേശീയതലത്തിൽ അവസരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബഡ്സ് കായികോത്സവം സംഘടിപ്പിക്കുന്നത്. ബഡ്സ് ഒളിമ്പ്യയുടെ 2ാമത് പതിപ്പാണ് കണ്ണൂരിൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് വെച്ചാണ് പ്രഥമ ബഡ്സ് ഒളിമ്പ്യ നടന്നത്. ജില്ലാ ഒളിമ്പ്യയിൽ വിജയികളായ കായിക താരങ്ങൾ ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കാനെത്തും. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിക്കുന്ന ഒളിമ്പ്യയിൽ മുഴുവൻ സമയ മെഡിക്കൽ സേവനവും ലഭ്യമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ അറിയിക്കാം. എയ്ഡഡ് മേഖലയിൽ 2024-25 അധ്യയന വർഷം വരെ നടത്തിയ നിയമനങ്ങളിൽ തീർപ്പാക്കാത്ത ഫയലുകളിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനായി സംസ്ഥാനത്ത് മേഖലാതല ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ദീർഘകാലമായി ഉണങ്ങാത്ത മുറിവുകൾ ഉണക്കാൻ സഹായിക്കുന്ന കോളിഡേം സാങ്കേതികവിദ്യ തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ചു. വളർത്തുമൃഗങ്ങളുടെ പിത്താശയത്തിൽ നിന്ന് ചികിത്സയ്ക്ക് ആവശ്യമായ ഉപകരണം നിർമ്മിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ സാങ്കേതിക വിദ്യയാണിതെന്ന് ശ്രീചിത്രയിലെ പത്തോളജി ഗവേഷകനായ പ്രൊഫസർ TV അനിൽകുമാർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗാസ ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള അമേരിക്കയുടെ ക്ഷണം നിരസിച്ച് ചൈന. ഐക്യരാഷ്ട്രസഭയുമായി ഉറച്ചു നിൽക്കുമെന്നും ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യു ജിങ് ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ യോഗത്തോടനുബന്ധിച്ച് ഗാസ ബോർഡ് ഓഫ് പീസ് ഔദ്യോഗികമായി രൂപീകരിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് പ്രസ്താവന. 25 രാജ്യങ്ങൾ ഇതിനോടകം ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 398 പോയിന്റ് ഉയർന്ന് 82,307-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 132 പോയിന്റ് വർദ്ധിച്ച് 25,290-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,680 രൂപ കുറഞ്ഞ് 1,13,160 രൂപയും ഗ്രാമിന് 14,145 രൂപയുമാണ് ഇന്നത്തെ വില. BCCIയെ ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ പ്രതിനിധി എന്ന തരത്തിൽ വിശേഷിപ്പിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ദൂരദർശൻ, ആകാശവാണി എന്നീ പൊതുസേവന പ്രക്ഷേപണ കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ പരാമർശിക്കുന്നത് തടയണമെന്നും ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. ഹർജി തള്ളിയ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ശരിവച്ചു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രതിരോധ സേനകളുടെ നിരയെ ഇന്ത്യൻ വ്യോമസേന നയിക്കുമെന്ന് ഡയറക്ടറേറ്റ് ഓഫ് സെറിമണീസ് എയർ കമാഡോർ ഇമ്രാൻ സൈദി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 7 യുദ്ധവിമാനങ്ങൾ അണിനിരക്കുന്ന ഫ്ലൈപാസ്റ്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ആയിരിക്കും പ്രധാന ആശയമെന്ന് വ്യോമസേന അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. പട്ടികയിന്മേലുള്ള പരാതികൾ ഈ മാസം 30 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിന് നാളെ തിരുവനന്തപുരത്ത്. സംസ്ഥാനത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ നാളെ കൊച്ചിയിലെത്തും. ഉൾനാടൻ ജലപാത വികസന കൌൺസിലിന്റെ 3ാം യോഗത്തിൽ പങ്കെടുക്കും. പട്ടയഭൂമി ജീവനോപാധിക്ക് വിനിയോഗിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ജനങ്ങൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണ അപകരണ കേസിൽ N വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.